ഞാനിപ്പോൾ ഉള്ളത് കിങ്ഡം ഓഫ് ഡെൻമാർക്ക് എന്ന് പറയുന്ന നമ്മുടെ ഡെൻമാർക്ക് രാജ്യത്താണ്. യെസ്, ആ ഡെൻമാർക്കിലെ കോപ്പൻഹാഗൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നലെ സ്വീഡനിൽ നിന്നും ഇവിടേക്ക് ഞാൻ വന്നിറങ്ങി. അപ്പോൾ കോപ്പൻഹാഗനിൽ വന്ന് ഇറങ്ങിയെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം, എവിടെ പോകണം എന്നുള്ളതൊന്നും തീരുമാനമായിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. നമുക്ക് ചോദിച്ചു പോകാം. KL2 യാത്ര പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു കിഡിലൻ റെയിൽവേ സ്റ്റേഷൻ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മളിതുവരെ കണ്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ. ഇവിടുത്തെ ടിക്കറ്റ് എടുക്കുന്ന മെഷീനുകളാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ ടിക്കറ്റ് കൗണ്ടറുകളെന്ന് പറയാനായിട്ട് ഇങ്ങനത്തെ മെഷീനുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മാനുവൽ ഹ്യൂമൻ ഇരിക്കുന്ന ആളുകൾ ഇരിക്കുന്ന ടിക്കറ്റ് കൗണ്ടറുകളൊക്കെ കിട്ടാനായിട്ട് വളരെ പാടാണ്, ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. നല്ല നല്ല അടിപൊളി കടകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ താമസിക്കണോ ഇന്ന് കോപ്പൻഹാഗനിൽ, അതോ ഇവിടെ ബാഗ് ഇവിടെ വെച്ചിട്ട് കറങ്ങാൻ പോകണോ എന്നൊക്കെയുള്ള ഇതിൻ്റെ കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബാഗ് വെക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടോ എന്നൊക്കെയൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. കാണും, സാധാരണ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ലഗേജ് സ്റ്റോറേജ് ഉണ്ടാകുന്നതാണ്. ഭയങ്കര റേറ്റ് ആയിരിക്കും, അതാണ് പ്രശ്നം. ചില സമയത്ത് റൂം എടുക്കുന്ന റേറ്റൊക്കെ ആവും ലഗേജ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി മാത്രം. നോക്കട്ടെ എന്തെങ്കിലും പരിപാടി. എന്തായാലും കോപ്പൻഹാഗൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ സിറ്റിയാണ്, പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് സിറ്റിയാണ്. ഞാൻ റൂം നോക്കിയപ്പോഴത്തേക്കിനും ഇവിടെ റൂമൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം, അങ്ങനെ എന്താ പരിപാടി നോക്കാം. എന്ത് കിടിലൻ സ്റ്റേഷനല്ലേ, പക്ഷെ എൻ്റെ വലിയ ഒരു രക്ഷയില്ല. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകളെന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. ഇവിടെ എവിടെയോ ഞാനൊരു ബാഗേജ് സ്റ്റോറേജ് കൗണ്ടർ ഉള്ളതായിട്ട് ഞാനിങ്ങനെ കണ്ടു. ഞാൻ നോക്കുക അത് എവിടെയാണെന്നുള്ളത്. ഇവിടെ ഉണ്ട് കേട്ടോ, ബാഗേജ് സെൻറ്റർ എന്നും പറഞ്ഞുകൊണ്ട്. ഇത് രാവിലെ 5:30 മുതൽ രാത്രി 1 മണി വരെയാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇവിടെ വലിയ എന്താ പറയുക, വലിയ റേറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ റേറ്റ് ഇല്ല. സ്മോൾ ലോക്കർ, ലാർജ് ലോക്കർ 24 മണിക്കൂറിൻ്റെ ലോക്കറാണ്. അതിന് 90 ക്രോണയോ അങ്ങനെ എന്തോ ആണ് ഇവരുടെ കറൻസിക്ക് പറയുന്നത്. 90 എന്ന് പറയുമ്പോൾ 1700 രൂപ. ഡാനിഷ് ക്രോൺ എന്നാണ് ഇവരുടെ കറൻസി. അതായത് 100 എന്ന് പറയുമ്പോഴത്തേക്കിനും ഏകദേശം നമ്മുടെ 100 രൂപ എന്ന് പറയുമ്പോൾ ഇവരുടെ 1200 രൂപ വരും. ഇഷ്ടംപോലെ ഉണ്ടാവും ഇതുപോലെയുള്ള ലഗേജ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ. കണ്ടില്ലേ, നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നോക്കിയെടുക്കാം. 89. ഇത് ധാരാളം വലുതാണ്. എനിക്ക് ഇതിൻ്റെ ചെറുതിൽ എന്തായിട്ട് ഓരോന്ന് നോക്കട്ടെ. അങ്ങനെ ഞാൻ എൻ്റെ ബാഗ് ഇതിനകത്ത് കയറ്റി വെച്ചു. ഇത് 158 സ്മോൾ ലോക്കറാണ്. 158 ഉണ്ടോ. ഇവിടെ കാശ് കൊടുക്കാൻ പറയുന്നുണ്ട്. ഫോർ 1 ഡേ 70 ഉള്ളൂ. അപ്പോൾ ക്യാഷ് കൊടുത്തു. അത്ര സിമ്പിൾ പരിപാടികളാണെന്ന് എനിക്ക്. ഇവിടെ ആരെയും വേണ്ട, നമുക്ക് കൈകാര്യം ചെയ്യാനും മറ്റുമൊക്കെ. ടിക്കറ്റ് പ്രിൻ്റ് ചെയ്ത് കിട്ടും. തിരിച്ച് വരുമ്പോൾ ഈ ഇതിനകത്തൊരു QR കോഡ് ഉണ്ടാവും, അല്ല ഒരു നമ്പർ ഉണ്ടാവും. അത് വെച്ച് സ്കാൻ ചെയ്ത് നമുക്ക് ഈ സംഭവം ഓപ്പൺ ആക്കി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം. ഇതുണ്ടോ, ഇത്രയും വലിയ ടിക്കറ്റാണ് കിട്ടിയത്. ഇത് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ QR കോഡ് ഞാനിവിടെ കൊണ്ടുവന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ലോക്കർ ഓണായിക്കോ തുറന്ന് കിട്ടും. പക്ഷേ ഇത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വെക്കണമെങ്കിൽ വീണ്ടും പൈസയാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം എടുത്തോണം. എന്തോരം ലോക്കറുകളാണെന്ന് എനിക്ക് ഇവിടെ എല്ലാം അല്ലേ. ഇവിടെ ഒരു ബാഗേജ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വലിയ സാധനങ്ങൾ, ഓവർ സൈസ് സാധനങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതും വെക്കാം. ഫുള്ള് സൗകര്യങ്ങളുണ്ട് ഇഷ്ടംപോലെ. പട്ടിനെ സൂക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ പട്ടിനെ കൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട്. പട്ടീനെ സൂക്ഷിക്കാൻ കൊടുക്കാൻ പറ്റുമോ? പാവം, ഫുൾ ഉടുപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ടല്ലേ പട്ടിക്ക്. ഇവിടെ വേറെ സംഭവം ഞാൻ കാണിച്ചു തരട്ടെ. അതായത് ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കാണിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാശ് അടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഫുള്ള് സൈക്കിൾ ഇരിക്കുന്നുണ്ടോ. ഇത് ഇവിടെ സൈക്കിൾ ഇരിക്കുന്നത് കണ്ടു. ഇവിടെ ഫുള്ള് സൈക്കിള്, ഇവിടെ മൊത്തം സൈക്കിൾ. റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലെല്ലാം സൈക്കിള്, എല്ലായിടത്തും സൈക്കിൾ ഇരിക്കുന്നുണ്ട്. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലാണേ. അതായത് ഡെൻമാർക്ക് എന്ന് പറഞ്ഞൊരു രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാറുകളെ കാട്ടിൽ കൂടുതൽ സൈക്കിളുകളുണ്ട്. അതായത് 10ൽ 4 ആളുകൾക്ക് മാത്രമേ ഇവിടെ കാറുകളുള്ളൂ. നിങ്ങൾക്ക് റോഡിൽ തന്നെ നോക്കിയാൽ കാണാം. വളരെ റെയിൽവേ സ്റ്റേഷനാണ്, മെയിൻ റെയിൽവേ സ്റ്റേഷനാണ്. ആ മെയിൻ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ എന്തോരം വണ്ടികളുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടുത്തെ ആളുകൾ അവർ സൈക്കിൾ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവരും കൊണ്ടുവന്ന് സൈക്കിൾ, നമ്മുടെ നാട്ടിൽ പണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്തിരുന്നത് അതേപോലെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സൈക്കിളുകളുടെ നാടാണ്. എല്ലാവരും സൈക്കിൾ ചവിട്ടിപ്പോവും. അതാണ് പരിപാടി. ഇവിടുത്തെ ട്രെയിനിലും ബസ്സിലും എല്ലാം നമുക്ക് സൈക്കിൾ കൊണ്ടുപോകാൻ പറ്റും. അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ആയിരക്കണക്കിന് സൈക്കിളുകളാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ നമുക്കിവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് അതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ ഡെൻമാർക്ക് എന്ന് പറഞ്ഞാൽ ഈ രാജ്യം പൂർണ്ണമായിട്ടും നിരപ്പായ സ്ഥലമാണ്. ഈ രാജ്യത്ത് കുന്നും മലയില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ജീസസ് ഈസ് ലോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ആൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്. കണ്ടോ, രണ്ടുപേരുണ്ട്. അവർ രണ്ടുപേര് അവരിങ്ങനെ അവിടെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർ മറ്റേ ഹാർനസൊക്കെ ഇട്ടിട്ടാണ് അവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. അപ്പോൾ നമുക്ക് സൈക്കിളിലോട്ട് വരാം. അപ്പോൾ ഈ സൈക്കിള് എന്ന് പറയുന്നത്, അതായത് ഈ രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള സ്ഥലം എന്ന് പറയുന്നത് 500 ഫീറ്റ്, 500 അടി മാത്രം ഉയരമുള്ളത്. നമ്മുടെ ഒരു കെട്ടിടത്തിൻ്റെ ഉയരം മാത്രമേ ഉള്ളൂ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്ലേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാൻ ജാക്കറ്റൊന്നും ഇടാതിരിക്കുന്നത് ഇവിടെ തണുപ്പില്ലാത്തതുകൊണ്ടാട്ടോ. ഇവിടെ 15 14 ആ റേഞ്ചിലെങ്ങാണ്ടാണ് ഇവിടുത്തെ കാലാവസ്ഥ. അപ്പോൾ അങ്ങനെ സൈക്കിള് ഉപയോഗിക്കുന്ന രാജ്യം, കാറുകളെക്കാട്ടിൽ കൂടുതൽ സൈക്കിളുകളുള്ള രാജ്യം, അതാണ് ഡെൻമാർക്ക്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ അവസ്ഥ നോക്ക്. കാറുകൾ വല്ലതും കാണുന്നുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ പച്ചക്കറി വിൽക്കാൻ വെച്ചിരിക്കുന്ന പോലെ തന്നെ വിൽക്കാൻ വെച്ചിരിക്കുന്ന കണ്ടില്ലേ പച്ചക്കറികളൊക്കെ? കണ്ട, ഒരു ചെറിയ കടയാണ്. ഇതെന്താണ്, കാബിൾ മാർക്കറ്റോ? അത് ശരി, കാബിൾ മാർക്കറ്റ് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു കടയാണിത്. ആഹാ, കൊള്ളാലോ. ദൈവമേ, നിക്കറൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാർ, എനിക്കും കൊതിയാവുന്ന നിക്കറൊക്കെ ഇട്ട് നടക്കാനായിട്ട്. എന്നാ ചെയ്യാനാ? ഞാനിപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കണമെന്ന് എനിക്കറിയത്തില്ല. അവിടെ പോയി നോക്കാം. DOT ബില്ലറ്റർ അങ്ങനെ പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പ് വഴി ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഞാൻ ടിക്കറ്റ് എടുത്ത്. നമുക്ക് വളരെ സിമ്പിളാണ്. ഇത് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കൈ വെച്ചാൽ മതി. ഒരു ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 300 രൂപയാണ്. നമ്മുടെ 300 രൂപയുടെ ടിക്കറ്റ് വാലിഡായിട്ടുള്ളത് 2 സോണിൽ 1 മണിക്കൂർ 15 മിനിറ്റ്, അത്രേ ഉള്ളൂ. ഇവരുടെ മെട്രോയ്ക്കകത്ത് ഇതൊന്നുമില്ല കേട്ടോ, സീറ്റ്സൊക്കെ വളരെ കുറവാണ്. ഇവിടുത്തെ ട്രെയിൻ മറ്റേ ഡ്രൈവർലെസ് ആണ്, കണ്ട. അതായത് ഡ്രൈവറില്ലാതെ ഓടുന്ന ട്രെയിനാണ്. എനിക്ക് അടിപൊളി, നൈസ്. ഡ്രൈവറില്ലാതെ ഓടുന്ന ട്രെയിനായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, ഞാൻ ഇപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. അത് കൊള്ളാം കേട്ടോ പരിപാടി, നമ്മുടെ ദുബായിലൊക്കെ ഉള്ള പോലെ. ഈ മാപ്പ് നോക്കി GPS ഒന്നും കറക്റ്റ് ആയില്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇറങ്ങി തരാനൊക്കെ എന്നെ പാടാന്നറിയോ. മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഞാൻ വഴി തെറ്റി ഏതോ ഒരു ഷോപ്പിംഗ് മോളിലേക്ക് വന്ന് കയറി. എന്തോ ഇത് എവിടെ ഇത്, എങ്ങനെ ഇതിൻ്റെ എക്സിറ്റ് എവിടെ? എക്സിറ്റ് പോലും മനസ്സിലാകത്തില്ല ചില സമയത്ത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് ഇങ്ങോട്ടേ പോകുന്നത്. ഇത് ഞാനാകെ പെട്ടോട്ടോ. ഞാനിത് ഷോപ്പിംഗ് മോളിനകത്ത് വന്ന് ഇങ്ങനെ കറങ്ങി നടക്കുക. ഇത് എവിടെ ഇതിൻ്റെ എക്സിറ്റ് ഒന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല. അങ്ങനെ എനിക്ക് എക്സിറ്റ് കിട്ടി ഗൈസ്. അയ്യോ, കുറേ ചുറ്റിക്കറങ്ങി കേട്ടോ ഞാൻ അതിനകത്ത് എക്സിറ്റ് കണ്ടുപിടിക്കാനായിട്ട്. ആഹാ, ഇതായിരുന്നു ആ ഷോപ്പിംഗ് മോളും മെട്രോയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ. എല്ലായിടത്തും സൈക്കിളാണ് ഗൈസ്. നോക്കി, അതായത് ഈ ഡെൻമാർക്ക് എന്ന് പറയുന്ന രാജ്യം മുഴുവൻ നിങ്ങൾക്ക് സൈക്കിൾ ട്രാക്കുകൾ എല്ലായിടത്തും റോഡിൻ്റെ എല്ലാ സ്ഥലത്തും കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ സൈക്കിൾ ട്രാക്കുകൾ കണ്ടോ? അത് ഈ കാണുന്നതൊക്കെ സൈക്കിൾ ട്രാക്കാണ്. എവിടെ പോയാലും സൈക്കിൾ ട്രാക്കുകൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ ആളുകൾ ഇവിടെ സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും സൈക്കിളായിരിക്കും കാണുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പറയത്തില്ലേ, ഒരു വീട്ടിൽ 2 വണ്ടിയുണ്ട്, ഒരു വീട്ടിൽ 3 വണ്ടിയുണ്ടെന്ന്. അതേപോലെ തന്നെ ഇവിടെ ഒരു വീട്ടിൽ 4ഉം 3ഉം സൈക്കിളുകളുണ്ടാവും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതുണ്ടല്ലോ, ലൈം പ്ലസ് ഉബർ, ലൈം, ഉബർ, ഈ ആപ്പുകളൊക്കെ വഴി നമുക്ക് ഈ കാണുന്ന സാധനം എടുത്തിട്ട് നമുക്ക് ചവിട്ടിക്കൊണ്ട് പോകാം. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, സ്കാൻ ദ QR കോഡ് ആൻഡ് വെഹിക്കിൾ ടു അൺലോക്ക്, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ വേറെ ലെവലാണല്ലോ. ഇത് വേറെ ലെവലാട്ടോ. അത് നമ്മൾ ഈ സ്കാൻഡിനേവിയൻ രാജ്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഫിൻലാൻഡ്, നോർവേ ഒന്നും കണ്ട പോലെ ഒന്നുമല്ല. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ പോലും കണ്ടില്ല. എനിക്ക് സൈക്കിൾ എടുത്ത് കറങ്ങുന്നത് കണ്ടോ? എനിക്കും വേണമെങ്കിൽ സൈക്കിൾ എടുത്ത് കറങ്ങാവുന്നേ ഉള്ളൂ. ഇനി ഇവിടെ വന്നിട്ടാണ് അത്യാവശ്യം ക്രൗഡ് കാണുന്നത്. ക്രൗഡ്, ഒച്ചയും ബഹളവും, ആളുകളൊക്കെ പുറത്തിരുന്ന് ബിയറൊക്കെ കഴിക്കുന്നത് കണ്ടോ? എനിക്ക് അടിപൊളി ചില്ല് സ്ഥലം, നല്ല ക്രൗഡ്. ഇവിടെ നമ്മൾ ഈ ലോകത്തിലെ ഹാപ്പിയസ്റ്റ് കൺട്രികളെന്ന് പറയത്തില്ലേ, ആ ഹാപ്പിയസ്റ്റ് കൺട്രികളിൽ ആദ്യത്തെ കുറച്ച് സ്ഥാനങ്ങളുള്ളത് ഈ ഫിൻലാൻഡ്, സ്വീഡൻ, ഡെൻമാർക്ക്, ഈ 3 രാജ്യങ്ങൾക്കാണ്. ജനങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയാണെന്നാണ് പറയുന്നത്. സൈക്കിളുകളുടെ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ, സൈക്കിളുകളുടെ രാജ്യമെന്ന്. ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇത് കൊള്ളാലോ, മൊത്തത്തിൽ വൈബാണല്ലോ. ബാറാണ് കാണുന്നത്, ഒരു ബാറ്. പിന്നെ ഇതൊക്കെ എന്തോന്നടേ ഇത്. നിയാവൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ എന്തോ ഒരു സ്ട്രീറ്റ് പെർഫോമൻസ് നടത്തുന്നതിന് വേണ്ടി കുറേ ആളുകൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ അണിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടില്ല. അതൊക്കെ അടിപൊളിയാണേ. ഇവിടെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സുകളൊക്കെ എല്ലായിടത്തും ഉണ്ട്. അപ്പം ഞാനിപ്പോൾ നിയാവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിയാവൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മോസ്റ്റ് ഫേമസ് സ്ഥലമാണ്. അതായത് ഡെൻമാർക്കിൽ വരുന്ന ആളുകൾ നിയാവൻ കാണാതെ പോവില്ല എന്നുള്ളതാണ്. നിയാവൻ എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു ഹാർബറാണ്. ബേസിക്കലി ഭയങ്കര കളർഫുൾ ഒരു ബിൽഡിങ്ങുകളൊക്കെ ഉള്ള ഒരു കിഡിലൻ ഹാർബറാണ് നിയാവൻ എന്ന് പറയുന്നത്. ഈ ഒരു ട്രിപ്പിൽ ഞാൻ ഇത്രയധികം ടൂറിസ്റ്റുകളെ ഞാൻ കാണുന്നത് ഈ ഒരു രാജ്യത്ത് വന്നിട്ടാണ്. അതുപോലെ ആളുകളുണ്ട്. സമ്മറായി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് വൈബാണ്. സമ്മർ ആയില്ല, പക്ഷെ എന്നാലും തണുപ്പങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും വൈബൊക്കെ മറന്നുണ്ട. ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സുകളാണ്. എന്താ ലുക്കല്ലേ, ആ ബസ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം വേറെ ലെവൽ കെട്ടിടങ്ങളാണോ, ഒരു രക്ഷയിലാണോ. ആ ബിൽഡിംഗ് ഒക്കെ കണ്ടോ, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നിയാവൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത്, നിയാവൻ ഏരിയ. ക്രൗഡ്, ജനം റോഡ് ക്രോസ് ചെയ്യുന്നത്
എന്തോരോ ആൾക്കാരാന്ന് നോക്കി. ഇതൊക്കെ പകുതിയും ടൂറിസ്റ്റുകളാണ്. പിന്നെ സൈക്കിൾ എടുത്ത് വരുന്നുണ്ട്. ഇതുപോലത്തെ കുറേ ആൾക്കാർ വേറെ ഉണ്ട്. ഇതുപോലത്തെ സൈക്കിളൊക്കെ എവിടെ കൊണ്ടായാലും അവിടെ ഇവിടെയൊക്കെ വെക്കാൻ പറ്റുമല്ലോ. എന്തോരോ ആൾക്കാരാ. വണ്ടികളൊക്കെ കുറവാട്ടോ ശരിക്കും. സൈക്കിളാണ് മൊത്തം. ശരിയാണ് പറഞ്ഞത്, വെറുതെ അല്ല. അപ്പം നിയാവൻ 1670 1680 കാലഘട്ടങ്ങളിൽ അന്നത്തെ ഇവിടുത്തെ കിങ് ക്രിസ്ത്യൻ എന്ന് പറയുന്ന രാജാവ് നിർമ്മിച്ച ഒരു പോർട്ടാണ് ഈ കാണുന്നത്. അതായത് പണ്ട് ചെറിയ കപ്പലുകളായിരുന്നല്ലോ വന്നുകൊണ്ടിരുന്നത്. ചെറു കപ്പലുകൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നതിന് വേണ്ടി നിർമ്മിച്ച ഒരു പോർട്ടാണ് ഇത്. പിന്നീട് ഇങ്ങനെ കപ്പലുകളുടെ സൈസൊക്കെ വലുതായി വന്നപ്പോഴത്തേക്കിനും പിന്നെ ഇവിടുന്ന് പോർട്ടുകളൊക്കെ ക്രമേണ മാറി പോയി എന്നുള്ളതാണ്. ഇപ്പോഴും കുറേ പായ്ക്കപ്പലുകൾ മറ്റൊക്കെ അവിടെ കിടപ്പുണ്ട്. പിന്നെ ഇവിടുന്ന് ബോട്ടിങ്ങും മറ്റുമൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന മനോഹരമായിട്ടുള്ള കളർഫുൾ കെട്ടിടങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇവിടെ കെട്ടിടം നമ്പർ 9 എന്ന് പറഞ്ഞൊരു കെട്ടിടമുണ്ട്. ആ 9ാം നമ്പർ കെട്ടിടമാണ് ഇവിടുത്തെ ഏറ്റവും പഴക്കമുള്ള കെട്ടിടം. ഇപ്പോഴും 1681 നിർമ്മിച്ച കെട്ടിടമാണ് എന്നാണ് പറയുന്നത്. ഒരു കോഫി ഷോപ്പാണ് ഈ കാണുന്നത്. കണ്ടില്ല, ഒരു കുഞ്ഞ് ചൈനീസ് വാഹനത്തിൽ ഒരാൾ കോഫി വിൽക്കുന്നു. പണ്ടത്തെ ആ ഒരു പോർട്ടിന്റെ ഐക്കൺ എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു കപ്പലിന്റെ ഒരു നങ്കൂരം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പാട്ടൊക്കെ കേൾക്കാമല്ലോ. എവിടെയോ എന്ത് തിരക്കാന്ന് നോക്കിയാൽ ഇവിടെ എല്ലാം നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. എവിടെ ഈ പാട്ട് കേൾക്കുന്നേ? ഈ ചേട്ടൻ ഇവിടെ നിന്ന് വായിക്കുമല്ലേ? ആ പുള്ളിയാണ് അവിടെ നിന്ന് വായിക്കുന്നത് കേട്ടോ. വരുന്ന എല്ലാവരും ഫോട്ടോയും വീഡിയോ എടുത്ത് നടക്കാണ്. ഇത് ഫുള്ള് താഴെയൊക്കെ കംപ്ലീറ്റ് കോഫി ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളൊക്കെയാണ്, ബാറുകളും മറ്റു പരിപാടികളൊക്കെയാണ്. എല്ലാവരും നല്ല മണമാണ്. ആൾക്കാർ ഫുഡൊക്കെ വാങ്ങിച്ച് ഇവിടെ നിന്ന് കഴിക്കുന്നു. ഫുള്ള് ഇവിടെ നല്ല മണമാണ്. ഞാൻ ആലോചിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്ഥലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മൊത്തം പശുക്കളായിരിക്കില്ലേ അവിടെ എല്ലാം. ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്ത് നീറ്റല്ലേ ഓരോ സ്ഥലങ്ങളൊക്കെ. ഫുഡിൻ്റെ മണം ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ പുറത്ത് വെച്ച് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡെൻമാർക്ക് ഫുഡിന് ഭയങ്കര ഫേമസ് ആട്ടോ. നല്ല കിഡിലും ഫുഡ്. ഹോട്ട് ഡോഗ്, ഇത് ഈ ഹോട്ട് ഡോഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഹോട്ട് ഡോഗിൻ്റെ സോസിൻ്റെ മണമാണ് ഇവിടെ. ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് അത് വാങ്ങിക്കാൻ വേണ്ടി. എല്ലാവരും ഇവിടെ പുറത്ത് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇവിടെ ആൾക്കാർ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. എന്ത് തിരക്ക് ഇത്! ഇത്ര മുട്ടി നടക്കാൻ വയ്യാത്ത രീതിയിലുള്ള തിരക്കാണുള്ളത്. എൻ്റെ പൊന്നെ, ഇതിന് വണ്ണേ വല്ല അവിടെ നടന്നു പോകുന്നതിനല്ലല്ലോ. എല്ലാവരും ഇങ്ങോട്ടാണല്ലോ വരുന്നത്. അതെന്താ എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്? ഈ കാണുന്ന ഡിഫറെൻറ്റ് കളറിലുള്ള ഈ ബിൽഡിങ്ങുകളാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ. ഞാൻ പറഞ്ഞില്ലേ, അതിൽ 17, 15, 13, ഇതിന് ഏതാ 9ാം നമ്പർ ബിൽഡിങ്ങാണ് ഞാൻ നോക്കുന്നത്. ഇതാണ് 9ാം നമ്പർ ബിൽഡിങ്. കണ്ടില്ലേ, 1681 എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ മേളിൽ എഴുതിയിട്ടുണ്ട്. അതായത് 1681 നിർമ്മിച്ച 9ാം നമ്പർ ബിൽഡിംഗ് ആണ് ആ കാണുന്നത്. അതിപ്പോൾ ഒരു ബാറാണ് ആ കാണുന്നത്. 9ാം നമ്പർ ബിൽഡിംഗ് കണ്ടില്ലേ, അടിപൊളി. ഇവിടെ നിന്ന് അപ്പുറത്തെ സൈഡ് കാണാം. അപ്പുറത്തെ സൈഡ് നോക്കുമ്പോഴത്തേക്കിനും അവിടെ വലിയ ഭംഗിയൊന്നുമില്ല. അത് ഒരു പുതിയ കെട്ടിടങ്ങളാണ് കാണുന്നത്. പിന്നെ ഇതുപോലത്തെ കുഞ്ഞു ബോട്ടുകളുണ്ട്. ആ കനാലൊക്കെ കണ്ടില്ലേ, പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒന്നുമില്ല കേട്ടോ. കുറച്ച് ഇലകൾ മാത്രം കിടപ്പുണ്ട്, വേറെ ഒന്നുമില്ല. പിന്നെ ഇതുപോലെയുള്ള കുറേ പായ്ക്കപ്പലുകൾ കിടപ്പുണ്ട് ഇവിടെ. ആളുകളൊക്കെ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടോ. ടൂറിസ്റ്റുകളാണ് കേട്ടോ. ലോക്കൽസ് ആരും ഇങ്ങനെ ഒന്നും ഇരിക്കത്തില്ലല്ലോ ഇവിടെ, പ്രത്യേകിച്ച് ഇതുപോലുള്ള സ്ഥലത്ത്. ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കുമല്ലോ. എന്തോരം ടൂറിസ്റ്റുകൾ അതേമേ വരുന്നത്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തല്ല കേട്ടോ ഇവിടെ ഇത്രയധികം ക്രൗഡ് ഉണ്ടാവും എന്നുള്ളത്. എന്തായാലും ഞാൻ ഇനി അടുത്തൊരു റിയലായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഭാഗം ഞാൻ വരുമ്പോഴത്തേക്കിനും ഞാൻ യൂറോപ്പിൽ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന രാജ്യങ്ങൾ സ്കാൻഡിനേവിയൻ കൺട്രീസും പിന്നെ സ്വിറ്റ്സർലാൻഡും ആയിരിക്കും. ഞാൻ പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് വരാൻ ഭയങ്കരമായിട്ട് താല്പര്യപ്പെടുന്ന രാജ്യങ്ങളാണ്. റഷ്യ ആണെങ്കിൽ ബെർലിൻ എക്സ്പ്രസിൻ്റെ വീഡിയോ കണ്ടിട്ട് സ്വിറ്റ്സർലാൻഡ് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട്. എപ്പോൾ വിളിച്ചാലും എന്നോട് സ്വിറ്റ്സർലാൻഡിൽ പോകണം പറഞ്ഞുകൊണ്ടിരിക്കാതെ. അവനിപ്പോൾ അവനില്ലാത്ത വീഡിയോകൾ കാണുന്ന വളരെ കുറവാണ്. അപ്പോൾ അവനില്ലാത്ത വീഡിയോയിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ബെർലിൻ എക്സ്പ്രസിൻ്റെ സ്വിറ്റ്സർലാൻഡിലെ വീഡിയോ ആണ്. അത് ഡെയിലി ഇരുന്ന് 10 തവണ കണ്ടുകൊണ്ടിരിക്കും. ഇത് തന്നെ പരിപാടി, ഞാൻ കള്ളുന്നല്ല, ഉള്ള കാര്യമാണ്. ഈ പായ്ക്കപ്പലുകളൊക്കെ കണ്ടോ, ഇത് എന്തിനായിരിക്കും ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്? ചിലപ്പോൾ ഇതൊക്കെ സമ്മറിൽ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിനൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്ന സംഭവങ്ങളായിരിക്കണം. അതൊക്കെ ഇവിടെ ആങ്കർ ചെയ്തിട്ടിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു വൈബ് എക്സ്പ്ലോർ ചെയ്യുക, ഇവിടെ വന്നിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ചില്ല് ചെയ്യുക, അതാണ് ഇവിടെ ആൾക്കാർ വരുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പണ്ടത്തെ ഫിഷിംഗ് ബോട്ടുകളല്ലേ, അതേപോലെയൊക്കെ തോന്നുന്നു കണ്ടിട്ട്. പക്ഷേ ഇതൊക്കെ പായ്ക്കപ്പലുകളാണ്. ഇതൊക്കെ കണ്ടില്ല, ഇവിടെ എല്ലാം ഫുൾ തടിയാണ്. ഇത് ആങ്കർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്ഥലം. പഴയ കപ്പലുകൾ കേട്ടിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇതിങ്ങനെ നടത്തില്ലല്ലോ. ബാഡ് ടീ ട്രെറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ കപ്പലിൽ ചിലപ്പം കപ്പലിൽ പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ടാവാം. ചില കെട്ടിടങ്ങളൊക്കെ ഇവിടെ മെയിൻ്റനൻസിന് വേണ്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ. ഇതാണ് ഈ രാജ്യങ്ങളുടെയൊക്കെ പ്രത്യേകത. അതായത് ഇവർ ഈ പഴയ കെട്ടിടങ്ങളൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. പൊളിച്ച് കളയാനോ അല്ലെങ്കിൽ അത് പുതുക്കി വേറെ പുതിയ രീതി പണിയാനൊന്നും സമ്മതിക്കൊന്നുമില്ല. എല്ലാം ഈ പറഞ്ഞ പോലെ പഴയത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിച്ചോണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അകത്ത് എന്ത് വേണേൽ മാറ്റങ്ങൾ വരുത്താം. അകത്ത് എത്ര വേണേൽ മോഡേൺ ആക്കാം, എന്ത്
എന്ത് വേണം ചെയ്യാം. പക്ഷേ പുറത്തെ സ്ട്രക്ചറിൽ തൊട്ടുള്ള ഒരു പരിപാടി നടക്കാറില്ല. നമ്മൾ ഈ ഡെൻമാർക്കിൻ്റെ സുവനീറുകളിലൊക്കെ കാണുന്നത് ഈ കാണുന്ന ബിൽഡിങ്ങുകളാണ്. ഇവിടുത്തെ ഏതെങ്കിലുമൊക്കെ ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ വെച്ചിട്ടായിരിക്കും ഡെൻമാർക്കിൻ്റെ പല കോപ്പൻഹാഗൻ്റെ ഒക്കെ സുവനീറുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഏരിയ കൊള്ളാട്ടോ, എന്തായാലും അടിപൊളിയായിരുന്നു. ഭയങ്കര ഒരു എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. ഈ ബോട്ടുകളൊക്കെ കിടക്കുന്ന കാണാനും ആ കെട്ടിടങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വളരെ അടുത്താണ്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താൻ സാധിക്കും. ഇത് ആ ഒരു സ്ഥലത്തെ ആ ഒരു കനാലിൻ്റെ മുകളിലൂടെ പണിതിരിക്കുന്ന ഒരു പാലമാണ്. ഇതിൻ്റെ മുകളിലൂടെ 2-3 പാലങ്ങൾ വേറെ ഉണ്ട്. ഇത് ഇങ്ങനെ നീണ്ട് ഒരു 450 മീറ്റേഴ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡിലായിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നമ്മുടെ പഴയ ഫിഷിംഗ് ബോട്ട് പോലത്തെ ഒരു ബോട്ടൊക്കെ ഇവിടെ കാണാം. അത് കണ്ടോ, ആ ഫിഷിംഗ് ബോട്ടിന് മുകളിൽ റെസ്റ്റോറൻ്റ് ആണ്. നോക്കി അതിൻ്റെ മേളിൽ റെസ്റ്റോറൻ്റ് ആണ് കേസ്. നോക്കി ബോട്ട് കൊണ്ടിട്ട് അത് റെസ്റ്റോറൻ്റ് ആക്കിയിരിക്കുകയാണ്. അടിപൊളി, ഭയങ്കര വൈബാവണം. എല്ലാവരും ഇങ്ങനെ തകർത്തോണ്ടിരിക്കുകയാണ്. ശരിക്കും ഇവിടെ ഒറ്റയ്ക്കല്ല വരേണ്ടത്. ഇവിടെ വരുമ്പോൾ ഫ്രണ്ട്സായിട്ടൊക്കെ വരണം, എന്നാലേ അതിൻ്റെ ത്രില്ലുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പാലത്തിന് ഹൈറ്റ് വളരെ കുറവാണ്. അത് താന്നിരുന്ന് പോകുന്നൊരു ബോട്ട്, അതായത് കുനിഞ്ഞിരുന്ന് പോകുന്നൊരു ബോട്ട് വരുന്ന കേട്ടോ. നോക്കി, ഇത് ഇവിടുത്തെ സൈറ്റ് സീയിങ് ബോട്ടാണ്. ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ സൈറ്റ് സീയിങ്ങിന് ഇങ്ങനെ ചെറിയ രീതിയിലുള്ള ക്രൂസിന് പോകാം. അത് ഹൈറ്റ് തീരെ കുറവാണ്. അതിനകത്ത് എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ തല മുട്ടും പാലത്തിൽ. അത്രയ്ക്ക് ഹൈറ്റ് കുറഞ്ഞ പാലത്തിന് മേളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതൊക്കെ പഴയ കപ്പലുകളാണ്. ഇതൊന്നും ഓടാത്തതാണ്. ഇതൊക്കെ ഇവിടെ ആങ്കർ ചെയ്തിട്ട് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ മേളിലൊക്കെ റെസ്റ്റോറൻറ്റുകളും മറ്റൊക്കെ ചെയ്യുന്ന സെറ്റപ്പാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. സമ്മർ ആകുമ്പോഴത്തേക്കിനും സജീവമായി വരുന്ന കപ്പലുകളാണ്. ചൈനീസ് ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വരുന്ന സ്ഥലം കേട്ടോ. എനിക്ക് മനസ്സിലായി, ഇഷ്ടംപോലെ ചൈനക്കാരുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ വന്ന് നിന്ന് ഈ ഒരു കെട്ടിടങ്ങളുടെ ഭംഗി കാണണം. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഭംഗി. ഇപ്പുറത്ത് വരണം, അതിലൂടെ നടന്നു പോയിട്ട് ഇപ്പുറത്ത് വന്ന് നിന്ന് വേണം കണ്ട് ഫോട്ടോ എടുക്കാൻ. നമ്മൾ നേരത്തെ കണ്ട ആ പെൺകുട്ടികൾ കണ്ടില്ലേ, അവർ പാട്ടൊക്കെ പാടി അതിലൂടെ വരുന്നുണ്ടോ. കൊള്ളാല്ലേ, ഓളമായിട്ടുണ്ട് മൊത്തത്തിൽ. ഇതിൻ്റെയൊക്കെ മേളിൽ വീടുകളുണ്ട് കേട്ടോ, ഹോം സ്റ്റേകളോ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ മേളിൽ ആളുകളൊക്കെ താമസിക്കുന്നുണ്ട്. പിന്നെ വേറെ പല പരിപാടികളൊക്കെ ഉണ്ട്. ഫുൾ കിടിലം വൈബ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ റിഫ്ലക്ഷൻസ് നോക്കിയാൽ, ആ കെട്ടിടത്തിന്റെ റിഫ്ലക്ഷൻസ് ആ വെള്ളത്തിൽ ഇങ്ങനെ കാണാൻ പ്രത്യേക ഭംഗിയല്ലേ. നമ്മൾ നേരത്തെ കണ്ട ബോട്ടില്ലേ, ആ ബോട്ടിൽ കയറാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് ഇവിടെ ആൾക്കാർ. 60 മിനിറ്റ് ഗൈഡഡ് ടൂർ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ടൂറുണ്ട്. ഇത് കുഞ്ഞി ബോട്ട് വന്നേക്ക് ഭയങ്കര രസമാട്ടോ. ഞാനിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആ ഒരു കെട്ടിടത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആൾക്കാരെല്ലാവരും ഇവിടെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. അതാണ് ഇവിടുത്തെ മെയിൻ സംഭവം. ഇത്രയും സൈക്കിളുകളുള്ളപ്പോൾ ഇതിന് നമ്മുടെ സ്വന്തം സൈക്കിൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. എന്തുണ്ട് ഇത്. ഈ സിറ്റീസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ എളുപ്പമാണ്. എന്താണെന്നറിയോ, ഏതെങ്കിലും ഒരു ക്രൗഡുള്ള സ്ഥലത്തേക്ക് പോവാം, നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസിൽ പോവാം. എന്നിട്ട് അവിടെ നിന്ന് ആൾക്കാരൊക്കെ എങ്ങോട്ടാണ് നടന്നു പോകുന്നത് ആ വഴിക്ക് അവരുടെ കൂടെ പോവാം. സിമ്പിളാണ്, നമുക്ക് എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ അവിടെ നിന്ന് നടന്ന് കിടന്ന് ഒരു ക്രൗഡഡ് സ്ട്രീറ്റിലേക്ക് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, നമ്മളിങ്ങനെ അവരുടെ കൂടെ ഇങ്ങനെ നടന്നാൽ മതി. ഡെൻമാർക്കിൽ വന്നു കഴിഞ്ഞാലേ വാങ്ങേണ്ട സുവനീർ ഇതല്ലേ, ഇതേ സൈക്കിൾ സുവനീർ. ഡെൻമാർക്ക് സ്റ്റോൾ മൈ ഹേർട്ട്. ശരിക്കും ഡെൻമാർക്ക് ആക്ച്വലി എൻ്റെ ഹേർട്ട് സ്റ്റോൾ ചെയ്ത് കേട്ടോ. ഇതിങ്ങനെ ചക്രമൊക്കെ ഇങ്ങനെ കറങ്ങുന്ന ടൈപ്പ് സുവനീറാണ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് 9 out of 10 ഡെൻമാർക്ക് ആളുകൾ ഡെയിൻസ് ഓൺ എ ബൈസൈക്കിൾ മേക്കിംഗ് ഡെൻമാർക്ക് മോസ്റ്റ് ഈഗർ സൈക്ലിംഗ് നേഷൻ ഓഫ് ദ വേൾഡ് ഇൻ ദ വേൾഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഡെൻമാർക്കിലാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സൈക്കിൾ ചവിട്ടുന്നതെന്ന്. നമ്മൾ നേരത്തെ കണ്ട ഹോട്ട് ഡോഗ് അവിടുത്തെ ഭയങ്കര ഫേമസ് ആയിരുന്നു കേട്ടോ. ആ ഹോട്ട് ഡോഗിൻ്റെ ഇതിലുള്ള സുവനീർ വരെ ഉണ്ട് കണ്ടില്ലേ. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ മറ്റേ ബിൽഡിങ്, നമ്മളിപ്പോൾ അവിടെ കണ്ട കോപ്പൻഹാഗൻ്റെ ബിൽഡിങ്, അവിടെ സാധനത്തിൻ്റെ ബിൽഡിങ്, അതാണ് അടുത്ത സുവനീർ. ഏറ്റവും കൂടുതൽ കളർഫുൾ സുവനീറുകൾ ഞാൻ കണ്ടത് ഇവിടെ കേട്ടോ. എന്ത് രസമാണ് ഇവിടുത്തെ ഓരോ സംഭവങ്ങൾ കാണാനായിട്ട്. സൈക്കിളും അതും ഇതൊക്കെ ആയിട്ട് മൊത്തത്തിൽ കിട്ടിലൻ സുവനീറുകൾ. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ, ഈ ഡെൻമാർക്ക് എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് എക്സിസ്റ്റിംഗ് കിങ്ഡം. പിന്നെ ഡെൻമാർക്കിൻ്റെ ഫ്ലാഗ് ഉണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും പഴയ ഫ്ലാഗാണ് ഡെൻമാർക്കിൻ്റെ ഫ്ലാഗ് എന്ന് പറയുന്നത്. ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് ദ ക്രൗഡ്. എനിക്കൊന്ന് ഇതൊരു ഫാമിലി മറ്റേ സ്ത്രീകൾ മാത്രമായിട്ട് എന്തോ ട്രിപ്പ് വന്നാണ് തോന്നുന്നു കേട്ടോ. എല്ലാവരും എവിടേക്കോ, എന്ത് തിരക്കാണ് ഇവിടെയൊക്കെ. ഇവിടെ നോഡിയ എന്നും പറഞ്ഞുകൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് മ്യൂസിയം ഉണ്ട് ഇവിടെ. സ്വീഡൻ, നോർവേ, ഡെൻമാർക്ക്, ഫിൻലൻഡ്, ലോ എന്നാണ് എഴുതിയിരിക്കുന്നത് നോഡിയയുടെ താഴെ. ഇതൊരു മ്യൂസിയമാണ്, താല്പര്യമുള്ളവർക്കൊക്കെ കാണാം. പിന്നെ എനിക്ക് തോന്നുന്നു ആ കാണുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മനുഷ്യൻ്റെ പ്രതിമയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അവിടെ ആ പ്രതിമയുടെ കൂട്ടത്തിൽ കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അയ്യോ, മൊത്തത്തിൽ സംഭവം നല്ല വൈബായിട്ടുണ്ട് ഇപ്പം. അതല്ലേ, എനിക്കിപ്പോൾ ഈ ജാക്കറ്റ് മൊത്തം ബാധ്യതയായിരുന്നു. എന്ത് ചെയ്യാനാ, പക്ഷെ ഒന്നും പറയണ്ട. ഇവിടെ മൊത്തം പിന്നെ സുവനീർ കടകളും പിന്നെ ഷോപ്പിംഗ് സ്ട്രീറ്റും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആക്ച്വലി ഇന്ന് കോപ്പൻഹാഗൻ നിൽക്കുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് പോവാം. ഭയങ്കര എക്സ്പെൻസീവാണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്.
ഹോട്ടൽസൊക്കെ ഭയങ്കര എക്സ്പെൻസീവ്. ഇപ്പം തന്നെ ഒരു മിനിമം ഒരു 10-12,000 രൂപയെ കുറഞ്ഞ ഹോട്ടൽസ് കിട്ടാനില്ല. ഹോസ്റ്റലിന് പോലും മിനിമം ഒരു ബെഡിന് 3,000 രൂപയാണ് കാണിക്കുന്നത്. അപ്പോൾ സമ്മറിൽ എന്തായിരിക്കും റേറ്റ് എന്ന് ഞാൻ ആലോചിക്കുക. മാഗ്നറ്റ്സ് ഭയങ്കര എക്സ്പെൻസീവാണ്. ഒരെണ്ണത്തിന് 500 രൂപയ്ക്കാണ് ഇവർ വാങ്ങിക്കുന്നത്, 5 യൂറോ. പിന്നെ നമ്മൾ വാങ്ങുന്ന ബെല്ല് മണി, ആ ഒരു മണിക്ക് ഞാൻ ഇവിടെ നോക്കിയപ്പോൾ 17 യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം 1,800-1,700 രൂപ വരും. എല്ലാം റേറ്റായില്ല. അങ്ങനെ ഞാൻ നടന്ന് ഈ ആൾക്കാരൊക്കെ എങ്ങോട്ടാ പോകുന്നേ? എന്തോ ഇത് സംഭവിക്കുന്നേ? എന്തോരം ആൾക്കാരായി, ഈ ജനങ്ങളൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ഞാനത് ഇങ്ങനെ ആലോചിക്കുന്നത്. ഫുൾ ഇത് ഇടിച്ചു കുത്തിയാണല്ലോ നിയമേ നടക്കുന്നേ. എന്തോന്നടേ ഇത്? സത്യം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ KLTUK ട്രിപ്പിൽ ചൈന കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയധികം ക്രൗഡ് കാണുന്നത് ഇപ്പോഴാണ് ഗൈസ്. ഇവിടെയൊക്കെ മറ്റേ ചോക്ലേറ്റ്, മറ്റേ ഇത് എൻ്റെ ലിൻഡിൻ്റെ ചോക്ലേറ്റ് ഷോപ്പ് ഇതേ കണ്ടോ, ലിൻഡ് മറ്റേ സ്വിറ്റ്സർലാൻഡിലെ സാധനമില്ലേ അവിടെ അകത്ത് കയറാൻ ക്യൂ ആണേ. അകത്ത് കയറാൻ ക്യൂ അവിടെ. ഷോപ്പിംഗ് ഏരിയ ആണല്ലോ ഇത് മൊത്തം. ബർബറി എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. ഞാനെന്താ പരിപാടി, നമ്മളിപ്പോൾ മാക്സിമം ഒരു എന്താ പറയുക, നമുക്ക് മതിയാവുന്നവരെ ഇവിടേക്ക് ഒന്ന് കറങ്ങാം. എന്നിട്ട് ഇവിടുന്ന് സിറ്റിയുടെ പുറത്ത് ഉള്ള ഏതെങ്കിലും ഒരു ടൗണിൽ പോയി റൂം എടുക്കുക. അതായത് നമുക്കിനി ഇവിടുന്ന് ഫർദർ പോകേണ്ടത് ആംസ്റ്റർഡാമിലേക്കാണ്. ഓക്കെ, ആംസ്റ്റർഡാമിൽ പോകണമെങ്കിൽ ഇവിടുന്ന് ജർമ്മനി വഴിയേ പോകാൻ പറ്റുള്ളൂ. ജർമ്മനിയിൽ ഹാംബർഗ് വഴിയേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഹാംബർഗ് വഴി പോകാനുള്ള ആ റൂട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി റൂം എടുക്കുക, കിടന്നുറങ്ങുക, നാളെ എണീറ്റിട്ട് പോവുക എന്നുള്ളതാണ്. നാളെ ഇവിടെ സൺഡേ ആണ്, ഒരു കുന്തം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നാളെ ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇന്ന് സാറ്റർഡേ ആണ്, ഇവിടെ നിന്നാൽ വൈബായിരിക്കും, ഫുള്ള് പാർട്ടിയും പരിപാടികളൊക്കെ ആയിരിക്കും. പക്ഷേ എനിക്ക് അതിന് താല്പര്യമില്ല, അതിനുള്ള മൂഡില്ല. എനിക്ക് എങ്ങനെയും ഒന്ന് ആംസ്റ്റർഡാം എത്തിയാൽ മതി, അത് കഴിഞ്ഞ് എങ്ങനെയും ഒന്ന് ലണ്ടൻ എത്തിയാൽ മതി. അതിൻ്റെ മൂഡിലാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇപ്പം കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റുകളുടെ ഏരിയ ആയി. അതായത് ഒരു ഏരിയ കംപ്ലീറ്റ് സുവനീർ ഷോപ്പുകളായിരിക്കും, ഒരു ഏരിയ കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റുകളായിരിക്കും, ഒരു ഏരിയ കംപ്ലീറ്റ് ബാറുകളായിരിക്കും. യൂഷ്വലി ആളുകൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് ഇവിടെയൊക്കെ ഇരുന്ന് 2 ബിയറൊക്കെ കഴിച്ച്, വൈനൊക്കെ കഴിച്ച്, ഫുഡൊക്കെ കഴിച്ച് ഏർലി ഡിന്നർ ആയിരിക്കും കഴിക്കുന്നത്. എന്നിട്ട് രാത്രി ആകുമ്പോഴത്തേക്കിനും ഇവർ ക്ലബിലോ പബ്ബിലോ എവിടെയെങ്കിലുമൊക്കെ പോകും. ഇവിടെ ഒരാൾ ഇവിടെ നിന്ന് ദോശ ഇടുന്നത് കണ്ടോ? ദോശയല്ല ഗൈസ്, മറ്റേ ക്രീപ്സ് ഇല്ലേ, ഓർഗാനിക് ക്രീപ്സ്, ന്യൂട്ടെല്ല ക്രീപ്സ്, അതാണ് ഇവിടെ വന്ന് ചുട്ടുകൊണ്ടിരിക്കുന്നത്. ഫുൾ അപ്പുറത്തും ഇപ്പുറത്തെല്ലാം മറ്റേ ലക്ഷറി ബ്രാൻഡുകളുടെ ഷോറൂമാണ്. ലൂയി വിട്ടൺ, പ്രാഡ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഷോപ്പിങ്ങോടെ ഷോപ്പിംഗ്, എല്ലായിടത്തും ഷോപ്പിംഗ്. ഇത് കംപ്ലീറ്റ് മറ്റേ ലക്ഷറി ബ്രാൻഡുകളുടെ ഏരിയ ആണല്ലോ. ഇത് അവിടെ ഹേമസ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്, എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. ചുമ്മാ ഇത് ബ്രാൻഡ് കടകളിലൊന്നും ആരുമില്ല, എല്ലാവരും ഇങ്ങനെ ചുമ്മാ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ഹോട്ട് ഡോഗ് ഭയങ്കര ഫേമസ് ആട്ടോ. ഞാൻ പോർക്കില്ലാത്ത എന്തെങ്കിലും ഹോട്ട് ഡോഗ് കിട്ടുമെന്ന് ഞാൻ തപ്പട്ടെ. അങ്ങനെയാണ് നമുക്ക് ഒരെണ്ണം വാങ്ങിച്ച് കഴിച്ച് നോക്കിയാലോ. എല്ലാ ഹോട്ട് ഡോഗും പോർക്ക് വിത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. വിത്തൗട്ട് പോർക്ക് ഹോട്ട് ഡോഗ് ഇല്ല. ആക്ച്വലി ഹോട്ട് ഡോഗ് വിത്തൗട്ട് പോർക്ക് ഇല്ല കേട്ടോ. അതില്ല, ഹോട്ട് ഡോഗ് എന്ന് പറഞ്ഞാൽ തന്നെ ബേസിക്കലി പോർക്കിൻ്റെ സംഭവം. പിന്നെ ചില സ്ഥലത്ത് ചിക്കൻ സംഭവങ്ങളൊക്കെ കിട്ടുമെന്നുള്ളതേ ഉള്ളൂ, സോസേജ് വെച്ചിട്ടുള്ളത്. ആ കാണുന്ന കെട്ടിടത്തിൻ്റെ മേളിൽ കണ്ടോ, അതെ അവിടെ വരെ ഉണ്ട് ബാറും കോഫി ഷോപ്പൊക്കെ. എനിക്ക് ഒറിജിനൽ കോഫി എന്നും പറഞ്ഞുകൊണ്ട് കോഫി ഷോപ്പ് ഉണ്ട് അവിടെ, കണ്ടില്ലേ? ഒരു ഒറിജിനൽ ടച്ചിൽ പെയിന്റ് അടിക്കാതെ വെച്ചിരിക്കുന്ന കുറേ കെട്ടിടങ്ങളുണ്ട്. അത് ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ. ഇവര് വിന്റർ എക്സ്ട്രീം ആയാൽ മാത്രമേ സത്യം പറഞ്ഞ് ഇവരൊക്കെ അകത്തിരിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ഇവരെല്ലാം പുറത്തിരിക്കുന്ന ആൾക്കാരാണ്. എല്ലാ കടയുടെയും പുറത്ത് ആൾക്കാർ ഇരിക്കുന്നുണ്ടോ നോക്കി, ചായയും കുടിച്ച് കാപ്പിയും കുടിച്ച് ബിയറും കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ എല്ലാ കടകളുടെയും പുറത്ത്. ഇതൊരു ഫൗണ്ടൻ ആയിരുന്നു, പക്ഷെ അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഇതിന് താഴേക്ക് എന്തോ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്തോ സംഭവം, ഇതിൻ്റെ താഴേക്ക് ചിലപ്പോൾ വാഷും ടോയ്ലറ്റാണ് ഇതിൻ്റെ താഴെ, കണ്ടില്ലേ? പിന്നെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇതിൻ്റെ താഴെ കൂടെ മറ്റേ ഇതൊക്കെ ഉണ്ടാവും, മെട്രോയും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ പാർക്കിങ്ങും ഉണ്ടാവും. ആ സ്ട്രീറ്റ്സ് ഒക്കെ എത്ര രസമല്ലേ കാണാനായിട്ട്. നേരത്തെ സൈക്കിൾ ലൈൻസിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, ഈ രാജ്യത്ത് 12,000 കിലോമീറ്റർ സൈക്കിൾ ലൈൻസ് നിർമ്മിച്ചിട്ടുണ്ട്. സൈക്കിൾ ലൈൻസ് മാത്രമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് ഇവിടുത്തെ സർക്കാർ. അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ ഡെൻമാർക്കിലാണ് ലോകത്തെ ആദ്യത്തെ അമ്യൂസ്മെൻറ്റ് പാർക്ക് ആരംഭിക്കുന്നത്. 4 ചോദിക്ക് 1583 ബാക്കൻ എന്ന് പറഞ്ഞ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഇവിടെ ആരംഭിച്ചു. 1583 4 ചോദിക്ക് 1583. ഓക്കെ, അത് ഭയങ്കര ഒരു ഇവിടുത്തെ ആളുകൾക്ക് ഭയങ്കര ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതിനുശേഷം ടിവോലി ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഇവിടെ കോപ്പൻഹാഗനിൽ ആരംഭിച്ചു 1843. ടിവോലി ഗാർഡൻസ് അതിപ്പോഴും ഓപ്പണാണ്. പക്ഷേ ഇപ്പം വിൻ്ററിൻ്റെ സമയങ്ങളിൽ അത് ക്ലോസ്ഡ് ആയിരിക്കും, ബാക്കിയുള്ള സമയത്തായിരിക്കും അത് ഓപ്പൺ ആവുക. അത് വലിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. അതിനകത്ത് ഇപ്പോഴും വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ നിങ്ങൾക്ക് പോയി കാണാവുന്ന അല്ലെങ്കിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു സെക്കൻഡ് ഓൾഡസ്റ്റ് അമ്യൂസ്മെൻറ്റ് പാർക്കാണ് ടിവോലി ഗാർഡൻസ് എന്ന് പറയുന്നത്. അത് വിൻ്ററിൽ ഓണാണ്, പക്ഷേ ഞാനിപ്പോൾ ഇന്ന് നോക്കിയപ്പോഴത്തേക്കിനും അത് എന്തോ ഒരു ക്ലോസ്ഡ് ആണെന്ന് എന്തോ ആണ് കണ്ടത്. എനിക്കറിയത്തില്ല, എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോകാം എന്ന് ഒരു കരുതിയിരിക്കുകയായിരുന്നു. പിന്നെ ഇവർക്ക് ധാരാളം ട്രഡീഷൻസ് ഉണ്ട്, മനസ്സിലായില്ലേ? ഇവർക്ക് കുറേ ഫെസ്റ്റിവൽസ് ഉണ്ട്. സാങ്ക്ട് ഹാൻസ് ഫെസ്റ്റിവൽ എന്നും പറഞ്ഞുകൊണ്ട് ജൂൺ 23 മിഡ് സമ്മറിൻ്റെ സമയമാകുമ്പോഴത്തേക്കിനും ഇവർക്കൊരു
ഫെസ്റ്റിവലുണ്ട്. നമ്മൾ ഈ ലോകമെമ്പാടുമുള്ള ആളുകൾ വരുന്നതെന്ന് പറയുന്ന പോലെ തന്നെ ഈ ഭാഗത്തുള്ള ധാരാളം ആളുകൾ ഇവിടെ വരും. അത് ആക്ച്വലി നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉള്ള ലോങ്ങസ്റ്റ് ഡേ ആണെന്നാണ് പറയുന്നത്. അതാണ് ഇവരത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറേ സെലിബ്രേഷൻസ് ധാരാളമുള്ളൊരു രാജ്യമാണ് ഡെൻമാർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഡെൻമാർക്ക് എന്ന് പറയുന്നത് മൊത്തം 444 പേര് കൊടുത്ത ഐലൻഡുകൾ, അതായത് പേരില്ലാത്ത ഐലൻഡ്സ് അതിലും കൂടുതലുണ്ട്, 1000-ഓളം ഉണ്ട്. പക്ഷേ പേര് നൽകിയ 444 ഐലൻഡുകൾ കൂടി ചേരുന്ന ഒരു രാജ്യമാണ് ഡെൻമാർക്ക് എന്ന് പറയുന്നത്. അതിലാകെ 76 ഐലൻഡുകളിൽ മാത്രമേ ആളുകൾ താമസിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഐലൻഡുകളൊക്കെ ശരിക്കും ഐലൻഡ് ഹോപ്പിങ്ങിനൊക്കെ ആയിട്ട് രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്ന രീതിയിലുള്ള ടൂറിസം ഐലൻഡുകളും മറ്റുമൊക്കെയാണ്. നമുക്ക് മാപ്പിൽ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. വളരെ ചെറിയൊരു രാജ്യമാണ്. കേവലം 6 മില്യൺ മാത്രമാണ്, അതായത് 60 ലക്ഷം മാത്രമാണ് ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഗ്രീൻലാൻഡ് ശരിക്കും ഡെൻമാർക്കിൻ്റെ ഭാഗമാണ്. അത് ഈവൻതോ അത് ഗ്രീൻലാൻഡും ഫറോ ഐലൻഡും ശരിക്കും ഒരു സെപ്പറേറ്റ് ഒരു ടെറിട്ടറി ആയിട്ട് പറയുന്നുണ്ടെങ്കിലും നമുക്ക് അവിടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അത് ഷെങ്കൻ്റെ ഭാഗമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഡെൻമാർക്കിൻ്റെ ഗ്രീൻലാൻഡ് പോകുന്നതിൻ്റെ ഒരു വിസ എടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ പരിമിതമായ അറിവിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഗ്രീൻലാൻഡ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. വെരി സൂൺ ഞാൻ പോകും അവിടേക്ക്. ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡൊക്കെ നമുക്ക് എല്ലാവർക്കും പോകാൻ ആഗ്രഹിക്കുന്ന കുറേ രാജ്യങ്ങളല്ലേ. ഗ്രീൻലാൻഡിന് ഫ്ലാഗ് ഉണ്ട് സ്വന്തമായിട്ട്. അതൊരു രാജ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിങ്ഡം ഓഫ് ഡെൻമാർക്കിൻ്റെ കീഴിൽ വരുന്ന ഒരു സംഭവമാണ്, ഒരു സ്ഥലമാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നതും. അതേപോലെ തന്നെ ഫാറോ ഐലൻഡ് എന്ന് പറയുന്നത്. ഈ ഫാറോ ഐലൻഡ് എന്ന് പറയുന്നത് UK-യുടെ മുകളിലായിട്ടാണ്, അതായത് സ്കോട്ട്ലൻഡിൻ്റെയൊക്കെ മുകളിലായിട്ട് ആർട്ടിക് പ്രദേശത്താണ്. അവിടെ ഗ്രീൻലാൻഡിലൊക്കെ ശരിക്കും വിൻ്ററിൽ പോയി കഴിഞ്ഞാൽ ഫുൾ ടൈം ഇരുട്ടും, സമ്മറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുൾ ടൈം വെളിച്ചമായിരിക്കും, രാത്രി വരെ വെളിച്ചമായിരിക്കും. പിന്നെ ഇവിടുത്തെ ഡാനിഷ് റോയൽ ഫാമിലിയാണ് ലോകത്തിലെ ഏറ്റവും പഴയ റോയൽ ഫാമിലി എന്ന് പറയുന്നത്. അതായത് ഇപ്പം യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് നമ്മുടെ UK എന്ന് പറയുന്നത് തന്നെ റോയൽ ഫാമിലിയാണല്ലോ. UK-യുടെ അതേ സിസ്റ്റമാണ് ബേസിക്കലി ഇവിടെ. റോയൽ ഫാമിലിയും രാജാവും പിന്നെ രാജ്ഞിയും പിന്നെ പ്രൈം മിനിസ്റ്ററൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ റോയൽ ഫാമിലി എന്ന് പറയുന്നത് 8th സെഞ്ച്വറി മുതൽ ഇവർ കണക്കാക്കുന്നൊരു റോയൽ ഫാമിലിയാണ്. അവർ ഫസ്റ്റ് ക്വീൻ ടു റൂൾ യൂറോപ്യൻ ഹിസ്റ്ററി വാസ് ഡാനിഷ് ക്വീൻ മാർഗരറ്റ് 1 എന്ന് പറഞ്ഞൊരാളാണ്. അവരാണ് ആക്ച്വലി നമ്മുടെ നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് ഈ ഭാഗമൊക്കെ പണ്ട് ഭരിച്ചിരുന്നത്. കുറേ ചരിത്രങ്ങൾ പറയാനുണ്ട്. കൂടുതൽ ചരിത്രങ്ങൾ ഞാൻ പറയുന്നതിൽ നല്ല നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ എടുത്തിട്ട് ഡെൻമാർക്കിനെ പറ്റി വായിച്ച് നോക്കിയാൽ മതി. കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കിനി പ്രധാനമായിട്ടും ഡെൻമാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാം. സൈക്കിളെടുത്ത് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പോകാം. അതായത് ഈ പെഡസ്ട്രിയൻ സ്ട്രീറ്റിലൂടെയൊക്കെ നമുക്ക് സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പോകാം എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. ഈ ബോൾട്ട്, ഉബർ തുടങ്ങിയ ആപ്പുകൾ വഴിയൊക്കെ നമുക്ക് സൈക്കിൾ റെൻറ്റിനെടുക്കാൻ പറ്റും. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ സൈക്കിൾ വേണം, സൈക്കിൾ എടുത്തിട്ട് വേണം ട്രാവൽ ചെയ്യാനായിട്ട്. ദൈവമേ, അടുത്ത കട. ഇവിടെ വെജിറ്റേറിയൻ ഉണ്ട് കേട്ടോ. വെജിറ്റേറിയൻ സോസേജ്, ചിക്കൻ സോസേജ് ഒക്കെ ഉണ്ട്. അത് ശരി, നമുക്ക് അപ്പോൾ ചിക്കൻ വാങ്ങിക്കാം ഇവിടെ നിന്ന്. എല്ലായിടത്തും തിരക്കാ, ഇത് ക്യൂ ആണെന്നറിയോ എല്ലായിടത്തും. എന്നാലും ഇതിന് മാത്രം ജനമൊക്കെ എവിടെ നിന്ന് വരുന്നു ദൈവമേ, ഞാനതാ ആലോചിക്കുന്നത്. ഇത് കണ്ട നാട്ടിലൊന്നും ഇല്ലാത്ത തിരക്കാണല്ലോ ഇവിടെ. അതായത് കുറച്ചെങ്കിലും തണുപ്പ് കുറവുള്ള സ്ഥലങ്ങൾ നോക്കിയാണ് എല്ലാവരും ട്രാവൽ ചെയ്യുന്നത്. ഇവിടെ ഇച്ചിരി തണുപ്പ് കുറവല്ലേ, അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ക്രൗഡ്. ഈ കാണുന്നത് 17th സെഞ്ച്വറിയിൽ നിർമ്മിച്ചിരിക്കുന്ന റൗണ്ട് ടവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാനറ്റോറിയം ആൻഡ് ഒബ്സർവേറ്ററി ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ 3 സുന്ദരന്മാരകത്ത് നിൽപ്പുണ്ട്. ഇവരാണ് ഹോട്ട് ഡോഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചിക്കനും പിന്നെ അങ്ങനെ പല പല സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ചിക്കൻ ഹോട്ട് ഡോഗാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 600 രൂപയാണ് ഒരു ഹോട്ട് ഡോഗിന്. 600 രൂപ സെറ്റപ്പ് ആക്കുന്നുണ്ടോ? എന്ത് കച്ചവടമാണെന്നറിയോ? ഒരു ദിവസം എത്ര രൂപ കച്ചവടം നടക്കുന്നറിയോ? ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇവരിതിൻ്റെ മേളിൽ വയ്ക്കും. താങ്ക് യു. വാ, ഇതാണ് നമ്മുടെ ഹോട്ട് ഡോഗ്. നോക്കൂ, അങ്ങനെ ഞാൻ ഡെൻമാർക്കിൽ വന്നിട്ട് ഡെൻമാർക്ക് സ്പെഷ്യൽ ഹോട്ട് ഡോഗ് കഴിക്കും. ഈ ഹോട്ട് ഡോഗ് കഴിക്കുന്നത് ഭയങ്കര കോമഡി. ഒരു സ്പൈസ്ഡ് ഫീലിംഗ് ഉണ്ട് കേട്ടോ. 600 രൂപ കേസ്. ഇവർ നോക്കുമ്പോൾ 6 യൂറോ, സിമ്പിൾ, അത്രേ ഉള്ളൂ. ഇവിടെ കുറേ സ്ഥലത്തുണ്ട് കേട്ടോ ഫുഡ് സംഭവങ്ങളൊക്കെ. ഇഷ്ടംപോലെ ഫുഡുകളുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡുകളുണ്ട്. ഇത് കണ്ടില്ലേ ഈ കാണുന്നതൊക്കെ? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പാൻ കേക്ക് ബോൾസ്. അവിടെ പാൻ കേക്ക് ബോൾസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാരമലൈസ്ഡ് റോസ്റ്റഡ് ആൽമണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ പരിപാടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കണ്ട ആ ഒരു ഒബ്സർവേറ്ററി ഇല്ലേ, ഒബ്സർവേറ്ററി ആൻഡ് പ്ലാനറ്റോറിയം, ആ പ്ലാനറ്റോറിയത്തിനകത്ത് കയറാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്നത്. എവിടെ പോയാലും ക്യൂ ആണ്, ക്യൂ ആണ്. ഇത് നല്ല സ്കൈ ആണ് കേട്ടോ, ഇന്ന് നല്ല വെതറാണ്. ആ കെട്ടിടം നല്ല ഭംഗിയോട്ടല്ലേ കാണാം. ഫുൾ ഇഷ്ടികയാണ്, ഇഷ്ടിക കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ കട കണ്ടോ, ഈ കട CD വിൽക്കുന്ന കട. ഇപ്പോഴും CD വിൽക്കുന്ന കടയുണ്ട്. ഇതുകൊണ്ട് CD മാത്രമല്ല മറ്റേ പല സംഭവങ്ങളും ഉണ്ട്. ഇതിനകത്ത് CD ഒക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ടോ? ഇത് മറ്റേ ഗ്രാമഫോൺ പ്ലേറ്റ് നോക്ക്, ഇത് കണ്ടോ? ആ സാധനമാണ് പാട്ട്. അത് സാധനം എന്ത് ചെയ്യും എന്നിട്ടുണ്ടാവും ഗ്രാമഫോൺ പ്ലേറ്റുകൾ. പക്ഷേ
പിന്നെ സി ഡികളൊക്കെ ഇരിക്കുന്നുണ്ടോ നോക്കി, പഴയ സി ഡികളൊക്കെ. ഇത് മൊത്തം സി ഡികളാണ് ഈ കട കംപ്ലീറ്റ് സി ഡി കളക്ഷൻ. നോക്കി എന്തോരം വലിയ കളക്ഷനാണ്. സി ഡിയും ഗ്രാമഫോൺ കളക്ഷനും എല്ലാം ഉണ്ട്. അടിപൊളി. ഇതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ. ഇത് മറ്റേ വലിയ സി ഡികളില്ലേ, പണ്ടത്തെ നമ്മുടെ വലിയ സി ഡികൾ കിട്ടിക്കൊണ്ടിരുന്നത്, സി ഡി DVD എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങളാണ് ഈ കാണുന്നത് കണ്ടില്ല. ഇത് എക്സോസിസ്റ്റ്, ഇതൊക്കെ മറ്റേ സിനിമകളൊക്കെ. അയ്യോ ഇതിൻ്റെയൊക്കെ കാലം മറന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു കാലം ഉണ്ടായിരുന്നില്ലേ നമ്മളൊക്കെ പണ്ട് സി ഡികൾ വെച്ച്, സി ഡിയും DVD യും പരിപാടികളും. DVD ആണ് ഈ കാണുന്നതൊക്കെ, DVD സംഭവങ്ങൾ. എന്തോ ഒരു സി ഡിയും DVD ഒക്കെ ആയിരുന്നു നമ്മളിൽ ഉണ്ടായിരുന്നത് പലരുടെയിലും. അതിന് മുമ്പ് ഓഡിയോ ക്യാസറ്റുകളായിരുന്നു. എൻ്റെ വീട്ടിലിരിപ്പുണ്ട് ഓഡിയോ ക്യാസറ്റും പിന്നെ വീഡിയോ ക്യാസറ്റും സംഭവങ്ങളൊക്കെ. ഓരോന്ന് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഫ്ലോപ്പി ഡിസ്കുകൾ, അങ്ങനെ പല സംഭവങ്ങൾ. ഭയങ്കര തിരക്കുള്ള ആ ഒരു സ്ഥലത്ത് നിന്ന് ഞാനിങ്ങനെ നടന്ന് ഏകദേശം 2 കിലോമീറ്ററോളം ഞാനിവിടെ നടന്നു. എവിടെ നോക്കിയാലും ഒരേപോലെയുള്ള കെട്ടിടങ്ങളൊക്കെ കാണുന്നു. ഭയങ്കര ഭംഗിയുള്ള കെട്ടിടങ്ങൾ ഇങ്ങനെ നീണ്ടു പറഞ്ഞ് നടക്കുന്ന. ശരിക്കും ഇതൊരു വേറെ വൈബുള്ള സ്ഥലം കേട്ടോ. നമുക്കൊരു യൂറോപ്പിൻ്റെ ഒരു റിച്ച്നെസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറേ കണ്ടിട്ടില്ലേ, ആ ഒരു റിച്ച്നെസ് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു സ്ഥലം. ലണ്ടനെക്കാട്ടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. അത് കണ്ടോ, അതൊരു പഴയ ഒരു ക്ലോക്ക് ടവർ പോലത്തെ എന്തൊരു സംഭവമാണേ. അതിപ്പോൾ ഒരു കോഫി ഷോപ്പാണ് കണ്ടില്ലേ. അവിടുത്തെ ആൾക്കാരാണ് ഈ പുറത്തിരുന്ന് കഴിക്കുന്നത്. ഇത് കണ്ടോ, കൂൾ ബാർ. അടിപൊളി. കോഫി മാത്രമല്ല ബിയറും കിട്ടുന്നത്. ബിയർ സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ. ലോക്കൽ ഡാനിഷ് പ്രോഡക്ട്സ് എന്നും പറഞ്ഞുകൊണ്ട് എന്ത് രസമല്ലേ കാണാനായിട്ട്. പിന്നെ ഇവിടെ ഭയങ്കര പൂക്കളുടെ മണം. ഇവിടെ ഫ്ലവേഴ്സ് വെക്കാൻ വെച്ചിട്ടുണ്ട്. അത് നല്ല അടിപൊളി, നല്ല ബൊക്കെയായിട്ടും അല്ലാതെയും ഒക്കെ ആയിട്ട് നല്ല പൂക്കൾ, ഒറിജിനൽ പൂക്കൾ, നല്ല മണമുള്ള പൂക്കൾ. ഇവിടെ മൊത്തം ഈ പൂക്കളുടെ മണമാണ്. പൂക്കൾ മാത്രമല്ല ചെടികളും. അതുപോലെ ഇതിപ്പോൾ സമ്മർ ആവുകയല്ലേ, അപ്പോൾ ഇതൊക്കെ ആളുകൾ വാങ്ങിക്കും. മറ്റു പൂക്കളൊക്കെ ഈ പറഞ്ഞ പോലെ ആളുകൾ എന്താ പറഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും. പക്ഷേ ചെടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോവേ. ഞാനിപ്പോൾ ഒരു മെട്രോ സ്റ്റേഷൻ്റെ അടുത്തെത്തിയേ. ആ മെട്രോ സ്റ്റേഷൻ്റെ മുമ്പിൽ മൊത്തം സൈക്കിളുകൾ ഇരിക്കുന്നത് കണ്ടോ എനിക്ക്. അതായത് എന്താ പറയുക, സാധാരണ സൈക്കിളുകളാണ്. അതായത് വലിയ കൊമ്പത്തെ സൈക്കിളുകളൊന്നും അല്ല. ഇച്ചിരി ഭംഗിയുള്ള സൈക്കിളുണ്ടെങ്കിൽ അത് മറ്റേ യൂബറിൻ്റെയും ബോൾട്ടിൻ്റെയും ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഉള്ളൂ. ഇതൊക്കെ സാധാരണ സൈസ് സൈക്കിളുകളാണ്ടില്ല. അവിടെ എല്ലാ സൈക്കിളുകളും ഇരിക്കുന്നുണ്ടോ. അതായത് ഇതിങ്ങനെയാണ് ഇവിടെ. നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് സൈക്കിൾ ചവിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കുറച്ചിലായ ഒരു സമയം ഉണ്ടായിരുന്നു. ഭയങ്കര ആളുകൾ ഭയങ്കര ഒരു കുറച്ചിലായിട്ട് കാണുന്നൊരു സമയം ഉണ്ടായിരുന്നു. പിന്നീട് കോവിഡ് ലോക്ക്ഡൗൺ അങ്ങോട്ട് വന്നപ്പോഴാണ് പിന്നെ നമ്മുടെ നാട്ടിൽ കുറേയെങ്കിലും ആളുകൾ സൈക്കിൾ വാങ്ങിച്ച് ഉപയോഗിച്ച് തുടങ്ങിയത്. ഇത് കണ്ടില്ലേ, ഇത് എന്തോരം സൈക്കിളുകളാണ് ഇട്ടിരിക്കുന്നത്. സൈക്കിളിന് ഭയങ്കര ഒരു മാർക്കറ്റാണ് അല്ലേ. ഫുഡ് ഡെലിവറി പോലും സൈക്കിളുകളാണ്. അവിടെ ഭയങ്കര കാര്യമായിട്ട് പൂക്കൾ വിൽപ്പന നടത്തുന്നു. ഫുള്ള് സൈക്കിളുകൾ എന്ന് പറയുന്നത്. ഇരിക്കുന്ന സൈക്കിൾ ആ ഒരു ഭംഗിക്ക് ഇരിക്കുന്നത് തന്നെ ഒരു കണ്ടില്ലേ, അത് തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ ഇരിക്കുന്നത് കാണാനായിട്ട്. യൂറോപ്പിൽ ഞാൻ ശരിക്കും ഇവിടെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ വന്നപ്പോഴാണ് ഈ 7-Eleven ഇവിടെ കണ്ടു തുടങ്ങിയത്. ഇവിടെ 7-Eleven ഒന്നും വേറെ എവിടെയും ഞാൻ അങ്ങനെ കണ്ടില്ലായിരുന്നു. ഞാൻ തിരിച്ച് മെട്രോ സ്റ്റേഷനിൽ വന്നു. ഇവിടെ നിന്ന് ട്രെയിനിൽ കയറി നമുക്ക് മറ്റേ നമ്മുടെ മെയിൻ സ്റ്റേഷനിൽ പോകണം. അയ്യോ ഇതെന്ത് മെട്രോയാ, ഇതൊരു ഫുൾ കച്ചറ വൃത്തികെട്ട മെട്രോ. സകല ഇംപ്രഷനും പോയടേ. ഫുള്ള് ഗ്രാഫിറ്റിയും അതും ഇതൊക്കെ ആയിട്ട് എന്തോന്നടേ ഇതെല്ലാം കച്ചറ മെട്രോ. അയ്യേ ഒരു ഭംഗിയില്ലാത്ത മെട്രോ. ഫുൾ ഗ്രാഫിറ്റി ആയിരുന്നു അതിലെല്ലാം. ഗ്രാഫിറ്റിന്ന് മാത്രമല്ല കണ്ടില്ലേ, ഫുള്ള് തുടയ്ക്കാറുമില്ല. എനിക്കൊന്നത് ഗ്രാഫിറ്റിയൊക്കെ ചെയ്തത് ഇളക്കി കളഞ്ഞിട്ടാണോ പെയിൻ്റ് അടിക്കാഞ്ഞിട്ടാണോന്നും അറിയില്ല. മൊത്തം കച്ചറ. ഇത് ഫുൾ ഇങ്ങനത്തെ എന്തൊക്കെയോ ചെയ്ത് വൃത്തികേടാക്കി കച്ചറയാക്കി വെച്ചിരിക്കുന്ന മെട്രോ കേട്ടോ. ഇത്രയും ബാഡ് മെട്രോ ആയിപ്പോയി ഇത്. ആളുകൾ മെട്രോയിൽ വരെ സൈക്കിൾ കയറ്റിക്കൊണ്ട് പോകുന്ന കണ്ടില്ല നോക്കി. മെട്രോയിൽ കയറി സൈക്കിൾ കയറ്റിക്കൊണ്ട് പോകുന്ന എല്ലാം ഇത് സൈക്കിൾ വെക്കുന്നതിന് വേണ്ടിയുള്ള കോച്ചാണ്. ഇതിനകത്ത് കംപ്ലീറ്റ് സൈക്കിൾ വെച്ചിരിക്കുന്നുണ്ടല്ലോ. അതിന് വേറെ എക്സ്ട്രാ പൈസ കൊടുക്കണം. എന്നാലും സംഭവം കണ്ടോ, സൈക്കിൾ കോച്ച് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ടല്ലേ മൊത്തത്തിൽ. ഞാൻ കൺഫ്യൂഷൻ അടിച്ചിട്ട് നേരത്തെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതാണ്. ഞാൻ പിന്നെ ആ ട്രെയിനിൽ തന്നെ കയറി. എന്താണെന്നറിയില്ല, ഞാൻ കൺഫ്യൂഷൻ ആയിപ്പോയി. ഞാനിപ്പോൾ വേറെ എവിടെ വന്നിറങ്ങി. ഇനി വീണ്ടും ട്രെയിനിൽ കയറി അപ്പുറത്ത് പോകണം. ഇവിടെ സൈക്കിള് മേളിലോട്ട് വന്നതാണ് ഞാനൊന്ന്. കാരണം അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ പോകണം. എല്ലാവരും സൈക്കിൾ. റോഡിലൊന്നും വണ്ടിയില്ല. നോക്ക്, കാറുകളെ കാട്ടി കൂടുതൽ സൈക്കിളുകൾ. അതായത് ഇത് മൊത്തം സൈക്കിള്. ഈ റോഡ് മൊത്തം സൈക്കിളിന് പോകാനുള്ള. ഇത് കണ്ടോ, ഇത്രയും വലിയ റോഡ് കണ്ടോ, ഇതെല്ലാം സൈക്കിളിന് പോകാനുള്ളതാണ്. ഇത് അപ്പുറത്താണ് കാറിന് പോകാനുള്ളല്ലോ. നോക്കടേ എന്തുവാടേ ഇത്. ഇത് ശരിക്കും ഭയങ്കര അത്ഭുതമായിപ്പോയി കേട്ടോ. ഇത് ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ഇവിടെ പ്രതീക്ഷിച്ചല്ല. ഇത്രയും സെറ്റപ്പൊന്നും ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചല്ല. അതെനിക്ക് സൈക്കിളുകൾക്ക് ട്രാഫിക് സിഗ്നൽ, സൈക്കിളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ട്രാക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നു. എവിടെ നോക്കിയാലും സൈക്കിൾ. ഇതിന് ഇവിടെ സൈക്കിൾ കച്ചവടം തുടങ്ങിയാൽ നല്ല എന്താ പറയുക ബിസിനസ് ആയിരിക്കും. പക്ഷേ ഭയങ്കരമല്ലേ, ഞാൻ എക്സ്പെക്ട് ചെയ്തല്ല കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന. ഇതേ ഇവിടെ ഐക്യമുണ്ട്, ഐക്യ. എല്ലാ മെട്രോ ഇത് തന്നെയാണ് കേസ് അവസ്ഥ. ഫുൾ ഉണ്ടല്ലേ നോക്കി, മൊത്തം ഇതാ അവസ്ഥ. അടിപൊളി. ഞാൻ തിരിച്ച് നമ്മളെ ലോക്കർ ബാഗ് വെച്ച സ്ഥലത്ത് വന്നു. ലോക്കറിൻ്റെ സ്ഥലത്ത് വന്നു. നമ്മുടെ ഈ സ്ലിപ്പ് ഇവിടെ സ്കാൻ ചെയ്യുക.
സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലോക്കർ തുറന്നു, ബാഗ് എടുക്കുക, പോവുക, സിമ്പിൾ. എനിക്കിനി ഒഡൻസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. ഒഡൻസയ്ക്ക് ഇവിടെ നടന്നാണെന്ന് തോന്നിട്ട് അന്ന് തന്നെ ഫ്രെഡറിഷ്യ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ട്രെയിനിൽ കയറി പോകണം. എന്തൊക്കെയാണോ കാണിക്കുന്നത്, എന്തൊക്കെ സ്ഥലങ്ങളാണോ. ഫ്രെഡറിഷ്യ, ഇതാണ് ഫ്രെഡറിഷ്യ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിൻ. ഇതിവിടെ ടിക്കറ്റ് എടുത്തിട്ട് എന്തോ വാലിഡിറ്റി ചെയ്യുന്ന എന്തോ കുറ്റിയാണ്. ഇവിടെ പല സ്ഥലത്തും അവിടെയൊക്കെ ഞാൻ കണ്ടു, ഇഷ്ടം പോലെ ഉണ്ട്. എന്തോ സ്ഥലമാണ് ട്രെയിനിനകത്ത്. ഇതിനകത്തും ഉണ്ട് സൈക്കിൾ വെക്കുന്ന സ്ഥലം ഉണ്ടല്ലേ. ഇതിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ ഇരിക്കാം. ഇത് നമ്മുടെ സെക്കൻഡ് ക്ലാസ് ആണ്. അങ്ങനെ അവിടുത്തെ ട്രെയിനിൽ വന്ന് കയറിയിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് എവിടുത്തെ ട്രെയിനിലാണ്, ഏത് രാജ്യത്തെ ട്രെയിനിലാണ്? ഡെൻമാർക്കിൻ്റെ ട്രെയിനിൽ. എന്ത് സ്ഥലമല്ലേ, എന്തൊരു സ്പേസ് ആയല്ലേ. നോക്കി എൻ്റെ ബാഗ് ഇവിടെ വെച്ചിരിക്കുന്നു, കാല് നിർത്തി വെച്ചിരിക്കുന്നു. ഇതൊരു ഫാമിലി ഏരിയ ആണിത്. ഞാൻ ട്രെയിനിൽ കയറി കേട്ടോ. ഇത് മൊത്തം റിസർവേഷനായിരുന്നു. റിസർവേഷൻ ഇല്ലാത്തൊരു സീറ്റ് കിട്ടി. നമ്മളിപ്പോൾ പോകുന്ന ഓഡൻസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 164 കിലോമീറ്റർ ഉണ്ട്. 164 കിലോമീറ്റർ ഡ്രൈവ് ആണെങ്കിൽ 2 മണിക്കൂർ എടുക്കും. ഈ ട്രെയിൻ അത് ഒരു മണിക്കൂർ 11 മിനിറ്റ് കൊണ്ടാണ് എത്തുന്നത്. 1 മണിക്കൂർ 11 മിനിറ്റ് കൊണ്ട്. അങ്ങനെ നമ്മൾ 160 കിലോമീറ്റർ ദൂരം 1 മണിക്കൂർ 11 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച് കറക്റ്റ് 7:02 നമ്മൾ ഒഡൻസ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വരുന്ന വഴിക്ക് യൂറോപ്പിലെ ഏറ്റവും ലോങ്ങസ്റ്റ് റെയിൽ കം റോഡ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതായിരുന്നു റെയിൽ കം റോഡ് ബ്രിഡ്ജ്. അതായത് ഇതെല്ലാം ഐലൻഡുകളാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കോപ്പൻഹാഗൻ ഉണ്ടായിരുന്നത് ശരിക്കും സീലാൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡാണ്. ന്യൂസിലൻഡ് അല്ല. ന്യൂസിലൻഡിൻ്റെ ന്യൂ മാറ്റിക്കഴിഞ്ഞാൽ സീലാൻഡ് എന്ന് പറയുന്ന ഇവിടെ ഡെൻമാർക്കിലെ ഏറ്റവും വലിയ ദ്വീപിലാണ് കോപ്പൻഹാഗൻ ഉള്ളത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഫ്യൂനൻ എന്ന് പറയുന്ന മറ്റൊരു ഐലൻഡിലാണ്. ഈ ഫ്യൂനൻ എന്ന് പറയുന്ന ഐലൻഡിലാണ് ഈ ഒഡൻസ ഉള്ളത്. അങ്ങനെ 400-ലധികം ദ്വീപ് സമൂഹങ്ങളുള്ള ഒരു രാജ്യമാണ് ഡെൻമാർക്ക് എന്ന് പറയുന്നത്. മാപ്പ് നോക്കിയാൽ കറക്റ്റ് അത് മനസ്സിലാവും. ഇവിടെ ഒന്നും വലിയ തണുപ്പില്ല കേട്ടോ. സിമ്പിൾ ചെറിയ തണുപ്പേ ഉള്ളൂ. വലിയ എക്സ്ട്രീം തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ജാക്കറ്റുകൾ എനിക്കിപ്പോൾ പ്രാരാബ്ധമായിരിക്കുകയാണ്. എന്നാ ചെയ്യാനാ, ഡെലിവറി ലൈറ്റ് ജാക്കറ്റുകളൊന്നും ഇല്ല. 7 മണിയായപ്പോഴത്തേക്കിനും പകുതി കടകളും അടച്ചു കഴിഞ്ഞു. ഇതാണ് ഇവിടുത്തെ എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണിത്. എല്ലാം നേരത്തെ ആകുമ്പോഴത്തേക്കിനും എല്ലാം കൂടെ അങ്ങ് അടയ്ക്കും. കോപ്പൻഹാഗനിൽ 10,000 രൂപയിൽ കുറഞ്ഞ റൂമുകളൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഞാൻ റൂം എടുത്തിരിക്കുന്നത് 5200 റുപ്പീസിനാണ്, 5200 രൂപയ്ക്ക്. അതായത് നമ്മൾക്ക് ജസ്റ്റ് എനിക്ക് എന്തായാലും ഈ വഴിക്കാണ് നാളെ പോകേണ്ടിയിരുന്നതും. പിന്നെ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കിനും അത്രയും റേറ്റ് നേരെ പകുതി പൈസയ്ക്ക് റൂം കിട്ടിയില്ലേ. സിറ്റീസിൽ ചില സമയത്ത് വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. നോക്ക് മക്കളെ, നോക്കൂ, റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി വന്നപ്പോൾ ഉള്ള അവസ്ഥ നോക്ക്. ഇവിടെ ട്രാമുകൾ വരുന്ന സ്ഥലമുണ്ട്. ഒരൊറ്റ വണ്ടിയും കിണ്ടിയും ഒന്നും കാണാനില്ല, കടയില്ല, എല്ലാം അടച്ചു. സമയം ഇപ്പോൾ 7 മണി ആയതേ ഉള്ളേ. പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ട്രെയിനൊക്കെ രാത്രി ഒരു 10-11 മണി വരെ ആ സമയം വരെ ഉണ്ട്. അപ്പോൾ അതുവരെ എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ റൂം എടുത്തിരിക്കുന്നത് സെയിം റെയിൽവേ സ്റ്റേഷന് തൊട്ടിപ്പോൾ തന്നെയാണ്. നമ്മൾ ഈ ട്രെയിനിലുള്ള യാത്ര ചെയ്തുകൊണ്ട് എപ്പോഴും സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ റൂം എടുക്കുന്നതാണ് സേഫ് പ്ലേ. ക്യാബിൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്, ഒരു ബഡ്ജറ്റ് ഹോട്ടലാണ് ക്യാബിൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ എന്തൊരു സംഭവമാണ്. ഫ്രണ്ട് ഡോർ ഈസ് ലോക്ക്ഡ് ബിറ്റ്വീൻ 12 AM to 6 AM. ഇതാണ് ക്യാബിൻ. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും, നോ ക്യാഷ്, ക്രെഡിറ്റ് കാർഡ് ഓൺലി. ഇവിടെ ഒന്നും ID കാർഡ് വേണ്ട കേട്ടോ. നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് ജസ്റ്റ് നമ്മൾ പേര് കൊടുത്ത് ബുക്ക് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ഇവിടെ വന്ന് പേര് പറയാതെ ചില രാജ്യങ്ങളിൽ ID കാർഡ് വേണ്ട. UK പോയി കഴിഞ്ഞാലും ID കാർഡ് ചോദിക്കില്ല. ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊന്നും ചോദിച്ചിട്ടില്ല. വേറെ പല രാജ്യങ്ങളിൽ അവിടെ ബാക്കിയുള്ളതൊക്കെ പോയി ID കാർഡ് മറന്നിറപ്പം ചോദിക്കും. ഇവിടെ എന്ത് ബഹളം കേൾക്കുന്നേ. അവിടെ തന്നെ പാർട്ടിയൊക്കെ നടക്കുന്നത്. ദൈവമേ, എൻ്റെ പൊന്നു, ഇത് എന്തോന്നറിയത് നല്ലയും പാളമാണത്. എനിക്ക് ഹോസ്റ്റലിൽ വല്ലതും ആണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അത് 114. ഇത് നമ്മൾ കപ്പലിലെ മുറി പോലെ, വിമാനത്തിലെ സ്വീറ്റ് റൂം പോലും, അതായത് എയർബസ് A380 സിംഗപ്പൂർ എയർലൈൻസ് ഫസ്റ്റ് ക്ലാസ്സിലെ സ്വീറ്റ് റൂം പോലും ഇതിലും വലുതാണ്. നോക്കിയേ, ഇത് കണ്ടു, ഡസ്റ്റ് ബിന്ന്, പിന്നെ AC കൺട്രോള്, ഇവിടെ താഴെ ഒരു ബെഡ്, മുകളിലൊരു ബെഡ്. ഇനി മേളിലായാലും വരുമോ? ഇല്ലല്ലോ. അടിപൊളി. ഇതുണ്ട് ഇവിടെ ഏണി കണ്ടോ വെച്ചേക്കുന്നത്. ഈ ഏണി എടുത്തിട്ട് നമുക്കിവിടെ മേളിൽ കയറാൻ വേണ്ടിയുള്ള ഏണി. ഇവിടെ ലൈറ്റൊന്നും ഇല്ല, ഈ കാണുന്ന 2 ലൈറ്റേ ഉള്ളൂ. ഇവിടെ മേളിൽ ലൈറ്റ് ഇല്ല. ഇവിടെ ഒരു TV ഉണ്ട്, പിന്നെ ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ. ഇതൊരു ലൈറ്റ് ഇടാം. പിന്നെ ബാത്റൂം അടിപൊളി മോനെ. നോക്കിയേ, വളരെ ചെറിയ കോമ്പാക്ട് റൂം. എനിക്ക് തോന്നുന്നു ജപ്പാനിൽ പോലുള്ള റൂം ഇതിലും വലുതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര ചെറിയ മുറി, അടിപൊളി. ഇതാണ് ഡെൻമാർക്ക്. ഞാൻ പറഞ്ഞില്ലേ, ആളുകളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ നമ്മൾ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും, കൊല്ലണം റേറ്റ് ആയിരിക്കും. അതാണ്
ഇവിടെ അത്യാവശ്യം നൈറ്റ് ലൈഫൊക്കെ ഉണ്ട്. എല്ലാം അടയ്ക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ എല്ലാവരും എന്താ പറയുക, രാത്രിയിൽ ചില്ലാണ്. കടകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്നേ ഉള്ളൂ. റെസ്റ്റോറൻറ്റും ബാറുകളൊക്കെ ഉണ്ടാകും കുറേയൊക്കെ. എങ്ങോട്ടോ പോകാൻ വേണ്ടി കിടക്കുന്ന ഒരു ഫിൻ ബസ് എന്നും പറഞ്ഞത് സ്കാനയുടെ വണ്ടിയായിട്ടില്ല എനിക്ക്. ഫിൻ ബസ് എന്നും പറഞ്ഞൊരു ബസ്. പിന്നെ ഏതൊരു പാതിരാത്രി എവിടെ പോയാലും മക്ഡൊണാൾഡ്സ് ഉണ്ടാകും കേട്ടോ. അതൊരു രാത്രി എങ്ങനെ പോയാലും ഒരു 1 മണി 2 മണി ആ റേഞ്ചിലൊക്കെ ഉണ്ടാവും. എല്ലാ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് യൂറോപ്പിൽ മക്ഡൊണാൾഡ്സ് ഉണ്ടാവും. ഞാൻ രാത്രിയിൽ ഫുഡ് കഴിക്കാനെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയതാണ്. ഒരു സ്ഥലം കണ്ടോ, ഇത് ഇവിടുത്തെ ഒരു ഇൻഡോർ ഫുഡ് കോർട്ടാണ്. നോക്കി ഇത് സെറ്റപ്പാന്ന് നോക്ക്. ആൾക്കാരൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടോ. നമ്മൾ ഷോപ്പിംഗ് മോളിലെ ഫുഡ് കോർട്ടിൽ പോകത്തില്ലേ, അതേപോലെ തന്നെയുള്ളൊരു ഫുഡ് കോർട്ടാണ്. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് കിട്ടും. ഇന്ത്യൻ ഫുഡ് അടക്കം പല ടൈപ്പ് ഫുഡ് ഇവിടെ കിട്ടും. മെക്സിക്കൻ ഉണ്ട്, അങ്ങനെ കുറേ ടൈപ്പ് ഫുഡ് ഇവിടെ കിട്ടും. അങ്ങനത്തെ ഒരു ഏരിയ ആണ്. നോക്കി കംപ്ലീറ്റ് ഇൻഡോർ ഏരിയ. ഫുഡും ഡ്രിങ്ക്സും എല്ലാ സംഭവങ്ങളും കിട്ടുന്ന ഒരു കിടിലൻ ക്ലാസ് സ്ഥലം. അത് പൊളിച്ചു കേട്ടോ. ഇത് രാത്രി 1 മണി 2 മണി വരെയൊക്കെ ഉണ്ടെന്ന് ഈ സ്ഥലം. ഇവിടെ എന്താ ഉള്ളത് നോക്കാം നമുക്ക്. ഇന്ത്യൻ ഫുഡ് വല്ലതും ഉണ്ടോ? അതെ, ഇന്ത്യൻ ബാർബിക്യൂ, പിന്നെ ക്രൈസി എന്തോ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ദോശയൊക്കെ ഉണ്ട് ഇവിടെ, ദോശ, അങ്ങനെ പല പല സംഭവങ്ങളുണ്ട് കഴിച്ചോടെ. ഞാൻ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് യൂറോപ്പിൽ കാണുന്നത്. ഇത് എന്ത് സ്ഥലമാണ് ഇതൊക്കെ, അടിപൊളി സെറ്റപ്പാണല്ലോ. ആൾക്കാരൊക്കെ ഇരുന്ന് ബിയറൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിക്കുന്നു. ഞാൻ ഇന്ത്യൻ ബാർബിക്യൂന്ന് ഞാനൊരു ചിക്കൻ ടിക്ക ബൗൾ ഓർഡർ ചെയ്തു. അത് കിട്ടുമായിരിക്കും, ഇപ്പം നോക്കട്ടെ. സാധനമൊക്കെ തന്നു. അപ്പോൾ അവർ ഫുഡ് ഓർഡർ ആയി കഴിയുമ്പോഴത്തേക്കിനും വിളിക്കും. ഇത് കിടിലം വൈബ് സ്ഥലം. ഇത്ര കിടില സ്ഥലമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? ശരിക്കും വൈബിന്റെ കാര്യത്തില് നെതർലൻഡ്സും ഡെൻമാർക്കും ഒക്കെ വേറെ ലെവലാട്ടോ. നെതർലൻഡ്സ് ഞാൻ പോയിട്ടില്ലെങ്കിലും ഞാൻ ഇഷ്ടംപോലെ വൈബാന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ വൈബാക്കാൻ വേണ്ടി ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ ഇനി നെതർലൻഡ്സിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു DJ ഉണ്ട്, പുള്ളി അവിടെ എന്തൊക്കെയോ ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെയൊക്കെ ബാറുണ്ട്, ബിയർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഭയങ്കര ചില്ലായിട്ട്. എല്ലാം ലോക്കൽസ് ആണ് എല്ലാവരും ഉള്ളതല്ലേ. നല്ല വൈബ്, കിട്ടുന്ന സ്ഥലം. ഇതൊരു ഫുഡ് കോർട്ടാണ് ബേസിക്കലി. ഇവിടെ എല്ലാ ടൈപ്പ് ക്രിസീൻസും കിട്ടും. വെജ്, നോൺ വെജ്, പിന്നെ ഇന്ത്യൻ, ജാപ്പനീസ്, ചൈനീസ്, കൊറിയൻ, പിന്നെ ഇവിടുത്തെ യൂറോപ്യൻ, അങ്ങനെ എല്ലാ ടൈപ്പ് ഫുഡും കിട്ടുന്ന ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ക്യുസീൻസ് കിട്ടുന്ന സ്ഥലം. അതാണ് ഇവിടെ സംഭവം. പല തരത്തിലുള്ള ഫുഡ് ഉണ്ട് കണ്ടില്ലേ. അത് ഉള്ളതാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് ഇതേ പേപ്പർ ദോശ എന്നും പറഞ്ഞുകൊണ്ട് ദോശക്കട വരെ ഉണ്ട്. ഇതൊക്കെ ബെസ്റ്റ് സെല്ലിങ്. അതിനകത്ത് ചിക്കൻ ദോശ, ബീഫ് ദോശ, മസാല ദോശ, വെജിറ്റബിൾ ദോശ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ചിക്കൻ ടിക്ക ബൗള്. ഇതിനകത്ത് കുറച്ച് ചോറുണ്ട്, ചിക്കൻ ടിക്ക ഉണ്ട്, പിന്നെ ഒരു ഗാർലിക് ബ്രെഡും ഉണ്ട്. ഇതാണ് സംഭവം. ഇത് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏരിയൊന്നുമില്ല, ചുമ്മാ കഴിക്കാം. ഇതാണ് ഞാനിപ്പോൾ വന്ന സ്ഥലം. എന്തോ ഒരു സ്റ്റോം, അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. ഇതിനകത്തായിരുന്നു ഇത്രയും കലാപങ്ങളും പരിപാടിയൊക്കെ നടന്നത്. നോക്കി ഇതിൻ്റെ പുറത്തെയൊക്കെ അവസ്ഥ നോക്കി. ലൈക്ക് ഇതിപ്പോൾ ഇപ്പോഴും പുറത്ത് ആൾക്കാരുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ആൾക്കാർ മൊത്തം പുറത്തായിരിക്കും. നോക്കി അവിടെ എല്ലാം ഇഷ്ടംപോലെ കസേരകളുണ്ട്. ആ തണുപ്പും കൂടെ മാറി കഴിയുമ്പോഴത്തേക്കിനും ഫുൾ ഇവിടെ പുറത്ത് വൈബായിരിക്കും. നല്ല കിടിലൻ സ്ഥലമായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡായിരുന്നു. ഞാൻ ഇതുപോലൊരു സ്ഥലത്ത് ഇത്രയും സെറ്റപ്പ് ഉണ്ടാവുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇവിടെ ഒരു ഫുഡ് ട്രക്കും പരിപാടികളൊക്കെ ഉണ്ട്. നൈസ് പ്ലേസ്, അടിപൊളി. സ്റ്റോംസ് എന്നായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര്, സ്റ്റോംസ്. ഉണ്ടോ അവിടെ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ അകത്ത് ഇത്രയും കലാപം നടക്കുന്നതെന്ന് അറിയോ? ഇല്ലല്ലോ. ഇതെന്താണെന്നറിയോ? ഇത് മറ്റേ ബൈസൈക്കിൾ ട്രാക്കാണ്. റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള, ബൈക്സും പെഡസ്ട്രിയൻസിനും വേണ്ടി പോകുന്നതിന് വേണ്ടിയുള്ള റോഡ്. എനിക്ക് ഡെൻമാർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി സ്ഥലം കേട്ടോ.